വെൽക്കം ബാക്ക്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ്. സോ ഏതൊക്കെ തരത്തിലാണ് ബജറ്റ് ഉള്ളത്? സോ ബജറ്റിനെ നമുക്ക് ബേസിക്കലി 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ ആൻഡ് അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ ആൻഡ് ലാസ്റ്റ് അക്കോർഡിംഗ് ടു ഫങ്ഷൻ. സോ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ നമുക്ക് ബജറ്റിനെ ലോങ് ടേം ബജറ്റ്, ഷോർട്ട് ടേം ബജറ്റ് ആൻഡ് കറൻറ്റ് ബജറ്റ് അങ്ങനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ലോങ് ടേം ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ബജറ്റ് റിലേറ്റഡ് ടു പ്ലാനിങ് ദി ഓപ്പറേഷൻ ഫോർ എ പീരീഡ് ഓഫ് 5 to 10 years. 5 മുതൽ 10 വർഷം വരെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ബജറ്റായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ ലോങ് ടേം ബജറ്റ് എന്ന് പറയുന്നു. ഷോർട്ട് ടേം ബജറ്റ് എന്ന് പറയുന്നത് ദ ബജറ്റ് ആർ ഡ്രോൺ യൂഷ്വലി ഫോർ എ പീരീഡ് ഓഫ് 1 or 2 years. ദെൻ കറൻറ്റ് ബജറ്റ് മീൻസ് ദ ബജറ്റ് കവേഴ്സ് എ പീരീഡ് ഓഫ് 1 month or so. അങ്ങനെ കുറഞ്ഞ പീരീഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റിനെയാണ് കറൻറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ ഇതാണ്. ദ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ. സോ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ നമുക്ക് ഫ്ലെക്സിബിൾ ബജറ്റ്, ഫിക്സഡ് ബജറ്റ് എന്ന് രണ്ട് തരത്തിലാണ് ഉള്ളത്. അതിലെന്താണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്ലെക്സിബിൾ ബജറ്റ് ഈസ് എ ഡൈനാമിക് ബജറ്റ്. That is, it is the budget designed to change in accordance with the level of activity actually attained. So flexible budget എന്ന് പറയുന്നത് ഉണ്ടാക്കി കഴിഞ്ഞാലും വീണ്ടും നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബജറ്റിനെയാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലെ ചേഞ്ചിനനുസരിച്ചിട്ട്, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബജറ്റിനെയാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയുന്നത്. whereas ഫിക്സഡ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബജറ്റ് വിച്ച് ഇസ് ഡിസൈൻഡ് ടു റിമെയിൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻഡ്. സോ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ബജറ്റിനെയാണ് ഫിക്സഡ് ബജറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ് ബി ചെക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫിക്സഡ് ബജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബജറ്റ്. ഓക്കെ, സോ ഫിക്സഡ് ബജറ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് ദ ബിസിനസ് കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. എന്നാൽ ഫ്ലെക്സിബിൾ ബജറ്റിൽ എന്താണ്, ബിസിനസ് കണ്ടീഷൻ ചേഞ്ച് ചെയ്യും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ള അസംഷനിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. ദെൻ ഇൻ ഫിക്സഡ് ബജറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബജറ്റഡ് കോസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം കമ്പാരിസൺ ആക്ച്വലും ബജറ്റഡ് കോസ്റ്റും ഇവിടെ പോസിബിൾ അല്ല ഫിക്സഡ് ബജറ്റിൽ. പക്ഷേ ഫ്ലെക്സിബിൾ ബജറ്റിൽ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് ബജറ്റഡ് കോസ്റ്റ് ഈസ് പോസിബിൾ. അതിനനുസരിച്ചാണ് നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ കോസ്റ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വാരിയബിലിറ്റി. ഇവിടെ വാരിയബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ ഇവിടെ നമുക്ക് കോസ്റ്റിനെ വാരിയബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. Then fixed budget is prepared for specific level of activity, whereas it is prepared for different level of activity. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവലിലാണ് ഫിക്സഡ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ കൺട്രോൾ പ്രൈസ് ഫിക്സേഷൻ. അതിനൊന്നും പ്രൈസ് ഫിക്സേഷനൊന്നും നമുക്ക് ഫിക്സഡ് ബജറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഫ്ലെക്സിബിൾ ബജറ്റ് നമുക്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ കൺട്രോൾ ആൻഡ് പ്രൈസിങ് ഡിസിഷൻ. ഓക്കെ, so these are the differences between fixed budget and flexible budget. സോ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റിനെ ഫങ്ഷണൽ ബജറ്റ്സ് എന്നും മാസ്റ്റർ ബജറ്റ് എന്നും 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. സോ എന്താണ് ഫങ്ഷണൽ ബജറ്റ്? ഫങ്ഷണൽ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ പ്രിപ്പയർഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദെയർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ കുറേ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫങ്ഷൻസിൻ്റെയും ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. സോ അതിനെയാണ് ഫങ്ഷണൽ ബജറ്റ് എന്ന് പറയുന്നത്. So functional budget is one which is related to the function of the business. It is prepared for each department. അത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ബജറ്റും 2 ഫിനാൻഷ്യൽ ബജറ്റും. ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റ് വിച്ച് റിലേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് സർവീസസ് ഓർ ഓപ്പറേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് സർവീസുകൾ, എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് എന്ന് കാണിക്കുന്ന ബജറ്റിനെയാണ് ഓപ്പറേഷൻ ബജറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഫിനാൻസിങ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് വിച്ച് ഇൻകോർപ്പറേറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് അതിൽ ജസ്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ഓപ്പറേറ്റിംഗ് ബജറ്റിൽ എന്താണ് ഓപ്പറേറ്റിംഗ്, എന്താണ് സർവീസ്, എന്താണ് അതിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമ്മളതിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഓപ്പറേറ്റിംഗ് ബജറ്റിൽ വരുന്നതാണ് സെയിൽസ് ബജറ്റ്, പ്രൊഡക്ഷൻ ബജറ്റ്,
പർച്ചേസ് ബഡ്ജറ്റ്, ലേബർ ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ബഡ്ജറ്റ്, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ് എക്സെട്ര. അങ്ങനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റികളിലാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതേസമയം ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, അങ്ങനെ ഫിനാൻസുമായി ബന്ധപ്പെടുന്ന ബഡ്ജറ്റുകളാണ് ഫിനാൻസിങ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. അതേസമയം മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ്റ്റർ ബഡ്ജറ്റ് മീൻസ് the managers of various departments prepare their budgets and submit them to budget committee. സോ എല്ലാ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടൊരു ബജറ്റ് കമ്മിറ്റിയെ ഏൽപ്പിക്കും. ആ ബജറ്റ് കമ്മിറ്റി അതിൽ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഒരു മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സോ മാസ്റ്റർ ബജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സമ്മറി ഓഫ് ഓൾ ഫങ്ഷണൽ ബജറ്റ്സ്. സോ ഇറ്റ് സമ്മറൈസസ് സെയിൽസ് ബജറ്റ്, പ്രൊഡക്ഷൻ ബജറ്റ്, പർച്ചേസ്, ലേബർ, ഫിനാൻസ് എക്സെട്ര. അങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ബജറ്റിൽ പെടുന്ന എല്ലാത്തിൻ്റെയും ഒരു സമ്മറി ആയിരിക്കും മാസ്റ്റർ ബജറ്റിൽ ഉണ്ടാവാം. Okay, so these are the different classifications of budget. Then next നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ക്യാഷ് ബജറ്റിനെ കുറിച്ചാണ്. എന്താണ് ക്യാഷ് ബജറ്റ്? സോ നമ്മൾ ഫിനാൻഷ്യൽ ബജറ്റിൽ ക്യാഷ് ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ് അങ്ങനെ ഡിഫറെൻറ്റ് ബജറ്റ്സുകൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഈ സിലബസിൽ ക്യാഷ് ബജറ്റ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ എന്താണ് ക്യാഷ് ബജറ്റ് എന്നുള്ളത് നോക്കാം. It is the one of the most important functional budget. It is prepared only after all other functional budgets are prepared. എല്ലാ ഫങ്ഷണൽ ബജറ്റ്സുകളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബജറ്റാണ് ക്യാഷ് ബജറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ ബജറ്റ്, ഓക്കെ, ഓർ ദ വേസ് ആൻഡ് മീൻസ് ബജറ്റ്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് പേരിൽ നമുക്ക് ക്യാഷ് ബജറ്റിനെ പറയാം. വേസ് ആൻഡ് മീൻസ് ബജറ്റ്, അതായത് എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ കാണിക്കുന്ന ബജറ്റാണ് ക്യാഷ് ബജറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബജറ്റാണ്. സോ എന്തൊക്കെയാണ് ക്യാഷ് ബജറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഇറ്റ് എൻഷുവർ ദാറ്റ് സഫിഷ്യൻറ്റ് ക്ലാസ് ഈസ് അവൈലബിൾ വെൻ റിക്വയർഡ്. ഓക്കെ, സഫിഷ്യൻറ്റ് ക്ലാസ് അല്ല ക്യാഷ് ആണ് കേട്ടോ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ക്യാഷ്, സഫിഷ്യൻറ്റ് ക്യാഷ് ഈസ് അവൈലബിൾ വെൻ റിക്വയർഡ്. ഓക്കെ, ദെൻ നമുക്ക് എവിടെ നിന്നാണ് ക്യാഷ് കിട്ടുക അല്ലെങ്കിൽ സോഴ്സ് എവിടെയാണെന്നുള്ളതൊക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ക്യാഷ് ബജറ്റിലൂടെ പറ്റും. അസർട്ടൈൻ എക്സ്പെക്റ്റഡ് ഷോർട്ടേജ് ഓഫ് ക്യാഷ്. സോ ഷോർട്ടേജ് ഓഫ് ക്യാഷ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽപ്സ് ടു അസർട്ടൈൻ ദ എക്സസ് ഓഫ് ക്യാഷ് യൂസ്ഫുൾ ഫോർ ഫിനാൻഷ്യൽ പ്ലാൻ. ദെൻ ഇറ്റ് എനേബിൾ ദ മാനേജ്മെൻറ്റ് ടു ഫോർമുലേറ്റ് എ സ്യൂട്ടബിൾ ഡിവിഡൻഡ് പോളിസി. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാഷ് ബജറ്റ് കൊണ്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബജറ്റ്. എങ്ങനെയാണ് നമുക്ക് ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ 3 പ്രധാനപ്പെട്ട വഴികളാണുള്ളത്. 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ്, ബാലൻസ് ഷീറ്റ് മെത്തേഡ്. ഈ 3 ഡിഫറെൻറ്റ് വഴികളിൽ നമുക്ക് ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ പക്ഷേ നമുക്ക് സിലബസിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, സോ നമ്മൾ അത് ബേസ് ചെയ്തിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ എല്ലാ പോസിബിൾ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും ഒക്കെയാണ് നമ്മൾ അതിൽ, അതായത് ക്യാഷ് പേയ്മെൻറ്റ്സ് ആൻഡ് ക്യാഷ് റെസിപ്റ്റ്സ് ഫോർ ദി ബജറ്റ് പീരീഡാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സാം ലിമിറ്റഡ് വിഷസ് ടു പ്രിപ്പയർ എ ക്യാഷ് ബജറ്റ് ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ 2021. Prepare a cash budget for the above period from the following information. So ജൂലൈ ടു സെപ്റ്റംബർ ഉള്ള ബജറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ജൂൺ തൊട്ടുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. എന്തൊക്കെ ഡാറ്റയാണ് തന്നിട്ടുള്ളത്? സെയിൽസ്, പർച്ചേസ്, വേജസ്, ഈ 3 ഡാറ്റയാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നോക്കുക, ഒന്നാമത്തത് 50% ഓഫ് ദ സെയിൽസ് ആർ ഫോർ ക്യാഷ്. ഓക്കെ, 50% സെയിൽസ് ക്യാഷിനാണ്, 50% ക്രെഡിറ്റിനാണ്. ക്രെഡിറ്റ് സെയിൽസ് റിയലൈസ്ഡ് ഇൻ ദ മന്ത് ഓഫ് ഫോളോയിങ് സെയിൽ. അതായത് ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് ക്യാഷ് സെയിൽസ് മാത്രമാണ് ആ വർഷം കിട്ടുള്ളൂ. ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് തൊട്ട് പിന്നെ നെക്സ്റ്റ് മന്തിലാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ജൂലൈ ടു സെപ്റ്റംബർ കാണുന്നതിന് ജൂണിലെ ഡാറ്റ കൂടെ തന്നത്. കാരണം ജൂണിലുള്ള സെയിൽസിൻ്റെ പകുതി നമുക്ക് ജൂലൈയിലാണ് കിട്ടുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഓഫ് പർച്ചേസ്. സോ ക്രെഡിറ്റേഴ്സിന് എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? എന്നാണോ പർച്ചേസ് ചെയ്ത് അതിൻ്റെ തൊട്ട് അടുത്ത മാസമാണ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യുന്നുള്ളൂ.
അതുപോലെ പ്ലാന്റ് കോസ്റ്റിംഗ് ₹50,000 ഈസ് ടു ബി പർച്ചേസ്ഡ് ഇൻ July. 60% of the same is paid in the month and remaining 40% in the next month. So പ്ലാന്റ് 50,000 രൂപയുടെ പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ 60% മാത്രമാണ് ആ മാസം കൊടുത്തത്. ജൂലൈയിലാണ് വാങ്ങിച്ചത്. 60% ആ മാസം കൊടുത്തു, 40% അടുത്ത മാസമാണ് കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ബാലൻസ് ഓഫ് ഫസ്റ്റ് ജൂലൈ 10,000 ആണ്. ഓക്കെ, ഇപ്പോൾ തുടങ്ങുന്നത് നമ്മൾ ക്യാഷ് ബാലൻസ് വെച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ക്യാഷ് ബാലൻസ് 8,000 ആണ്. 10,000 ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ റെസിപ്റ്റ് ആൻഡ് പിന്നെ ക്യാഷ് ബജറ്റ് ജൂലൈ ടു സെപ്റ്റംബറിലെയാണ് നമ്മൾ കാണുന്നത്. സോ നമ്മൾ 3 കോളം വരയ്ക്കുന്നു: ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഓപ്പണിംഗ് ബാലൻസ് 10,000 ആണ്. ദെൻ ക്യാഷ് സെയിൽ നോക്കുക. ക്യാഷ് സെയിൽ 50,000 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ജൂലൈയിൽ ₹1 lakh ആണ്. ഓക്കെ, 1 lakh എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50% മാത്രമാണ് നമുക്ക് ക്യാഷിന് കിട്ടുന്നത്, ബാക്കി 50% ക്രെഡിറ്റാണ്, അതായത് ക്രെഡിറ്റിനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1 lakhൻ്റെ 50% മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് 50,000. ഇനി അടുത്ത പോയിന്റ് നോക്കുക, റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു പകുതി നമ്മൾ അടുത്ത മാസമാണ് കിട്ടുക. അപ്പോൾ ജൂൺ മാസത്തിലെ സെയിൽസിൻ്റെ പകുതി, അതായത് ജൂൺ മാസത്തിൽ 1,20,000 ആണ്. അതിൻ്റെ പകുതി നമുക്ക് ജൂലൈ മാസത്തിലാണ് കിട്ടുക. ജൂലൈ മാസത്തിലെ 1 lakhൻ്റെ പകുതി ഓഗസ്റ്റിലാണ് കിട്ടുക. ഓഗസ്റ്റ് മാസത്തിലെ 1 lakhൻ്റെ പകുതി നമ്മൾ സെപ്റ്റംബറിലാണ് കിട്ടുക. സെപ്റ്റംബർ മാസത്തിലെ 1 lakhൻ്റെ പകുതി നെക്സ്റ്റ് മന്തിലാണ് കിട്ടുക. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടാവണം. സോ നമ്മൾ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജൂൺ മാസത്തിലെ പകുതി 60,000 നമുക്ക് കിട്ടി. സോ ഇത്രയുമാണ് നമുക്ക് റെസിപ്റ്റ് ആയിട്ടുള്ളത്. ടോട്ടൽ 1,20,000 വന്നു. ഇനി പേയ്മെൻറ്റ് നോക്കുക. ക്രെഡിറ്റേഴ്സ്, വേജസ് ആൻഡ് പ്ലാന്റ്. ഓക്കെ, സോ നമുക്ക് ക്രെഡിറ്റേഴ്സ് എത്രയാണ്? ക്രെഡിറ്റേഴ്സിൻ്റെ കേസിലും പറയുന്നത് ഫുൾ, അതായത് ഒരു മാസത്തിലെ ഫുള്ള് നെക്സ്റ്റ് മന്താണ് കൊടുക്കുക. അപ്പോൾ ജൂൺ മാസത്തിൽ 25,000 ആണുള്ളത്. അപ്പോൾ ആ 25,000 നമ്മൾ എപ്പോഴായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ജൂലൈയിൽ. അതുപോലെ ജൂലൈ മാസത്തിൽ എത്രയാണ് ഉള്ളത്? 80,000 ആണുള്ളത്. സോ ആ 80,000 നമ്മൾ പിന്നെ എന്താ പറയുക, ഓഗസ്റ്റ് മാസത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, മറ്റേത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ 25,000, ഇവിടെ 80,000, 90,000. അതായത് ഒരു മാസത്തിൽ നടന്നിട്ടുള്ള പർച്ചേസിൻ്റെ എമൗണ്ട് നെക്സ്റ്റ് മന്തിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി വേജസ് നോക്കുക. വേജസ് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? വേജസ് 26,000, 20,000, 15,000 ആൻഡ് അപ്പോൾ അത് കറക്റ്റായിട്ട് 20,000 ആ മാസത്തിലെ 20,000, നെക്സ്റ്റ് മന്തിലെ 15,000, 10,000 അത് ഓക്കെയാണ്. ഇനി പ്ലാന്റിൻ്റെ കേസ് നോക്കുക. പ്ലാന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ്? പ്ലാന്റിനെ കുറിച്ചൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. പ്ലാന്റ് കോസ്റ്റിംഗ് ₹50,000 ജൂലൈയിൽ പർച്ചേസ് ചെയ്തു. പക്ഷേ അതിൻ്റെ 60%, 50,000ൻ്റെ 60% എന്ന് പറയുമ്പോൾ 30,000 ആണ് ആ മാസം കൊടുത്തത്. ബാക്കി 20,000 നെക്സ്റ്റ് മന്തിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. പ്ലാന്റിൻ്റെ കേസിൽ നോക്കുക. 30,000 ആൻഡ് 20,000. 30,000 നമ്മൾ ഈ മന്തിലും 20,000 നെക്സ്റ്റ് മന്തിലും. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് നമ്മളായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ജൂലൈ മാസത്തിൽ നോക്കാം. ജൂലൈ മാസത്തിൽ കംപ്ലീറ്റ് പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ കണ്ടു. അതിൻ്റെ ഡിഫറൻസ് 45,000. ഈ 45,000 ആണ് ഓഗസ്റ്റ് മാസത്തിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. പിന്നെ ബാക്കി ക്യാഷ് സെയിൽ, റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, ആസ് യൂഷ്വൽ, ക്രെഡിറ്റേഴ്സ്, വേജസ്, പ്ലാന്റ്. അത് കഴിഞ്ഞാൽ 1,15,000 വരുന്നു. ഡിഫറൻസ് 45,000. ഈ 45,000 ആണ് സെപ്റ്റംബർ മാസത്തിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. ബാക്കി തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്യുക. ബാക്കി ബാലൻസ് 65,000 വരുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യാം.